പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. കോൺടാക്ട് 0484298067 7902980067. സെഹിയോൻ പ്രേക്ഷിത സംഘവും സിയന്ന കോളേജും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. സെഹിയോൻ പ്രേക്ഷിത സംഘവും സിയന്ന കോളേജും സംയുക്തമായി ഇടക്കൊച്ചി സെഹിയോൻ സെൻട്രൽ കിച്ചൺ അങ്കണത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പൈസ ഉള്ളവർക്ക് ഒരുപക്ഷെ പൈസ കൊടുത്ത് വലിയ വില കൊടുത്ത് രക്തം മേടിക്കാം. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ ആ തമിഴ് സ്ത്രീ കരയുന്ന ഒരു ചിത്രമാണ് നമ്മളിലുള്ളത്. എന്തായാലും വലിയ മനസ്സുമായിട്ട് വന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അഭിനന്ദിക്കാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇരിക്കുന്ന എല്ലാവരും ബ്ലഡ് കൊടുത്തു തുടങ്ങിയത് നിങ്ങളുടെ പ്രായത്തിലാണ്. ഞാൻ എക്നാസ് കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് ഞാൻ ബ്ലഡ് കൊടുത്തത്. ആ കൊടുത്ത വ്യക്തി ഇന്നും നമ്മളെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ നമ്മളോട് പെരുമാറാറുണ്ട്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. അത് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്റെ കടമ്പിലേക്ക് ഇറക്കിയാണ് ഇന്നിവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് പ്രസ് സംഘത്തിന്റെ പ്രസിഡന്റും നമ്മുടെ എല്ലാവരും മാർഗദർശിയുമായുള്ള ജോസൻ ചേട്ടനാണ്. ജോസൻ ചേട്ടൻ എല്ലാവരെയും പേര് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രേക്ഷിത സംഘം പ്രസിഡന്റ് MX ജൂഡ്സൺ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ പോർട്ട് യൂസേഴ്സ് ഫോറം ചെയർമാനും റീജിയണൽ മാനേജറുമായ പ്രകാശ് അയ്യർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ ഫാദർ ഡൊമിനിക് ആലുവ പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഏതെങ്കിലും ഒരു സഹായം ചെയ്യാൻ സാധിച്ചാല് അത് വളരെ ഉപകാരമായിരിക്കും. വാസ്തവത്തില് നമ്മൾ ഓർക്കണം, നമ്മൾ സ്നേഹപൂർവം നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ഡോക്ടർ അരുൺ ഉമ്മൻ രക്തദാന സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് റാൻസി ആംബ്രോസ്, സിയന്ന കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ MA സോളമൻ, ഡോക്ടർ സലീം ബിജു അറക്കപ്പാടത്ത്, ആന്റണി ഫ്രാൻസിസ്, ടോം രഞ്ജിത്ത്, ലോയ്മോൻ, ഫിലോമിന വിൽസൺ, ലീന സാബു, ജസ്ന അരൂജ എന്നിവർ പ്രസംഗിച്ചു. ജുഡ്സനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ റോട്ടറി ക്ലബ്ബുമായിട്ട് കുറെ കാലങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. ഈ പകൽ വീട് നടത്തുക പറയുക അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. ദിവസവും ഇത് തന്നെയാണ്. ഞാൻ ഇപ്പൊ ഡോക്ടർ അരൂമനോട് സംസാരിക്കുകയായിരുന്നു, എങ്ങനെയാണ് ദിവസവും ഒരു മടുപ്പില്ലാതെ, കാരണം ഒരേ തൊഴിലാണ് ചെയ്യുന്നത്, വേറൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലില്ല, ചിന്ത വേറൊന്നുമില്ല, സാമൂഹ്യ സേവനം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് എങ്ങനെ അത് ചെയ്യാൻ കഴിയുന്നു പറഞ്ഞപ്പോൾ അതൊരു പാഷനാണ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞത്. അതൊരു പാഷനാണ്. അത് ചെയ്യാൻ നമുക്ക് എന്ത് നമ്മൾ ചെയ്യുന്നോ അതിനോടുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കുറെ ആളുകളെ ചേർത്ത്. ആദ്യം ഡൊണേറ്റ് എപ്പോഴും നമുക്കൊരു പേടിയാണ്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ആൾക്കാർക്ക് അതിനെ കുറിച്ച് ഒരു അറിവൊക്കെ ഒരുപാട് പകർന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ 10-25 കൊല്ലത്തിന് മുമ്പ് കാര്യം, 10-28 കൊല്ലത്തിന് മുമ്പ് കാര്യം ഞാൻ പറയുന്നത്. അതായത് അന്നൊക്കെ ബ്ലഡ് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അബോധങ്ങൾ, പല തെറ്റിദ്ധാരണകളുണ്ട്. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ വരും, ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം വരും, ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ മരണം സംഭവിക്കാൻ, പലരും തളറി മരിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കള്ളപ്രചാരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.